വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. യേശു തമ്പുരാൻ അവിടെ നിന്നും പുറപ്പെട്ട് ടൈർ, സിദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ പ്രദേശത്തു നിന്നും ഒരു കനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്രായ എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവനൊരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്നും വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു തമ്പുരാൻ പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വലിയ നോയമ്പിലെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ പകുതി നോയമ്പാകും. നല്ല ഒരു ആത്മശോധനയ്ക്ക് നമ്മൾ തയ്യാറാകണം. ഏതാണ്ട് 25 ദിവസങ്ങൾ തികയുമ്പോൾ ഈ നോയമ്പ് എത്രമാത്രം ഗൗരവത്തോടെ സ്വീകരിക്കുവാൻ, അനുവർത്തിക്കുവാൻ നമുക്ക് സാധിച്ചു എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. സഭ വളരെ ഗൗരവമായിട്ട് നമ്മെ ഉപദേശിക്കുന്നത് ഒരു വലിയ പരിവർത്തനമാണ്, ഒരു വലിയ വിശുദ്ധീകരണമാണ്. ആ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ പടിപടിയായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകുക. 4-ാമത്തെ ഞായറാഴ്ചയിൽ ഒരു മകൾക്ക് വേണ്ടി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, യേശുവിനെ സമീപിച്ച് യേശുവിൻ്റെ പിന്നാലെ കൂടി പിടിവിടാതെ യേശുവിനെ അനുധാവനം ചെയ്യുന്ന ഒരു കനാൻകാരി സ്ത്രീയുടെ കഥയാണ്. ആ സ്ത്രീയുടെ മകൾ പിശാച് ബാധിതയാണ്. അവൾക്ക് സൗഖ്യം വേണം. യേശുവിന് അവൾക്ക് സൗഖ്യം കൊടുക്കാൻ കഴിയും എന്നവൾ വിശ്വസിച്ചു. അവളൊരു കനാൻകാരിയാണ്, അവൾ വിശ്വാസിയല്ല, ഒരു യഹൂദ സ്ത്രീയല്ല, ഒരു പ്രജാതിക്കാരി സ്ത്രീയാണ്. എങ്കിലും യേശുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് യേശുവിന് പിറകെ അവൾ പോകുന്നത്. അവൾ യേശുവിൻ്റെ പിറകെ പോയി എത്ര കരഞ്ഞിട്ടും, എത്ര അപേക്ഷിച്ചിട്ടും, എത്ര പ്രാർത്ഥിച്ചിട്ടും യേശു അവളെ പരിഗണിക്കുന്നതേയില്ല. വേറൊരു വാക്കിൽ, യേശു അവളെ പൂർണ്ണമായും അവഗണിക്കുന്നു. അവഗണന അവൾക്ക് പ്രശ്നമായില്ല. കാരണം ഈ ശിഷ്യന്മാർ വന്ന് പല പ്രാവശ്യം കർത്താവിനോട് പറയും, എത്ര നേരമായി സ്ത്രീ നമ്മുടെ പുറകെ വരുന്നു, അവളെ പറഞ്ഞയച്ചാലും. അതിന് ഉത്തരം കർത്താവ് കൊടുക്കുന്നത്, ഞാൻ ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോയ ആടുകളിലേക്ക് മാത്രമാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രജാതിയാണ്. പ്രിയ സഹോദരങ്ങളെയും, ഈ ഒരു അവഗണന നമുക്ക് ജീവിതത്തിൽ പലയിടത്തും കാണാനായിട്ട് സാധിക്കും. പ്രധാനമായും ഈ അവഗണന നാം കാണുന്നത് ഭവനങ്ങളിലാണ്. ഭവനങ്ങളിൽ പല സന്ദർഭങ്ങളിലും അപ്പന്മാർ അവഗണിക്കപ്പെടുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഒരായുഷ്കാലം മുഴുവൻ കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടാൽ ആ കഷ്ടപ്പാടുകൾക്ക് പലപ്പോഴും ഒരു വിലയും കൽപ്പിക്കാത്ത അമ്മയും മക്കളെയും നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം, സുഖമായി അവരുടെ ജീവിതങ്ങൾ മുൻപോട്ട് പോകണം, മകന്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കണം, ഫീസ് കിട്ടണം, ഓടിക്കാൻ ബൈക്ക് വേണം, ഉപയോഗിക്കാൻ മൊബൈൽ വേണം. പക്ഷെ അപ്പൻ്റെ അധ്വാനത്തെക്കുറിച്ചോ അപ്പൻ്റെ കഷ്ടപ്പാടിനെക്കുറിച്ചോ പലപ്പോഴും മക്കൾ ചിന്തിക്കാറില്ല. അപ്പൻ എപ്പോഴെങ്കിലും ഒരു നോ പറഞ്ഞാൽ അപ്പനെതിരെ ഒത്തുകൂടുന്ന അമ്മയും മക്കളെയും പല വീടുകളിൽ നിന്നും കാണാൻ സാധിക്കും. അവഗണിക്കപ്പെടുന്ന പിതൃത്വം, അപമാനിക്കപ്പെടുന്ന പിതൃത്വം നമുക്ക് പല ഭവനങ്ങളിലും കാണാവുന്ന ഒന്നാണ്. ഇതിന് മറുവശവുമുണ്ട്. പലപ്പോഴും അമ്മമാർ അവഗണിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. വിദ്യാഭ്യാസമുള്ള, ജോലിയുള്ള അപ്പനും വിദ്യാഭ്യാസമുള്ള മക്കളും ജോലിയുള്ള മക്കളും
ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അമ്മയോട് പൊരുന്ന കാണാൻ സാധിക്കും. അടുക്കളയിൽ ജീവിക്കുന്ന അമ്മ, വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ലോകപരിചയമില്ലാത്ത അമ്മ. വെറും പലപ്പോഴും അമ്മമാര് നമുക്ക് വേലക്കാരാണ്. നമ്മുടെ മുറിയും പരിസരവും ഒക്കെ തൂത്തു തരുവാനും തുണി അലക്കി തരുവാനും നമുക്ക് 4 നേരം ഭക്ഷണം ഉണ്ടാക്കി തരുവാനും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും മാത്രം ഉണ്ടാക്കുന്ന ഒരു വേലക്കാരിയാണ് പലയിടത്തും അമ്മമാര്. ഒരു പരിഗണനയും അമ്മമാർക്ക് പലപ്പോഴും കിട്ടാറില്ല. പലരും അമ്മമാരെ അങ്ങനെ ചിന്തിക്കാറ് പോലുമില്ല. അമ്മമാരോട് തട്ടിക്കേറുന്ന മക്കളുണ്ട്, അമ്മമാരോട് മിണ്ടാത്ത മക്കളുണ്ട്, വീടൊരു ഹോസ്റ്റൽ പോലെ കരുതി പ്രവർത്തിക്കുന്ന മക്കളുണ്ട്. ഇഷ്ടമുള്ളപ്പോൾ വരിക, ഇഷ്ടമുള്ളപ്പോൾ പോകുക, ഇഷ്ടമുള്ളത് കഴിക്കുക. കഴിക്കണം നിർബന്ധമില്ല, അമ്മ എന്ന കൃത്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കണം. ഒരു വാക്ക് പലപ്പോഴും അമ്മയോട് ചോദിക്കാതെ, അമ്മയോട് പറയാതെ ജീവിക്കുന്ന മക്കൾ, എവിടെ പോകുകയാണെന്ന് ചോദിക്കാൻ പോലും അവകാശമില്ലാത്ത അമ്മ, എപ്പോ വരും എന്ന് പറയാൻ മടി കാണിക്കുന്ന മക്കൾ, എപ്പോ വരുമെന്ന് ചോദിക്കാൻ സാധിക്കാത്ത അമ്മ, എങ്കിലും നിറകണ്ണുകളോടി കാത്തിരിക്കുന്ന അമ്മമാരെ നമുക്ക് പല വീടുകളിലും കാണാനായിട്ട് സാധിക്കും. അവഗണിക്കുന്ന ഈ ജന്മങ്ങളെ കുടുംബങ്ങളിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് പല ഓഫീസുകളിലും കാണാൻ സാധിക്കും, പല ജീവിത സാഹചര്യങ്ങളിലും കാണാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ അവഗണന എന്ന് പറയുന്നത് വളരെ നിശ്ചിതമായ ഒരവസ്ഥയാണ്. പലരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതും പലരും ആത്മഹത്യ ചെയ്യുന്നതും ഈ അവഗണന കൊണ്ടാണ്. എന്തിനാ ജീവിക്കുന്നേ? ആർക്കും വേണ്ടാത്ത ജന്മം, പ്രയോജനമില്ലാത്ത ജന്മം എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും പല അമ്മമാരും പല സ്ത്രീകളും പല മനുഷ്യരും ആത്മഹത്യ ചെയ്യുന്നതോ മദ്യപാനത്തിന് അടിമകളാകുന്നോ ജീവിതം തകർത്ത് കളയുന്നതോ ഒക്കെ സംഭവിക്കുന്നത് ഈ അവഗണന കൊണ്ടാണ്. നമുക്ക് പലപ്പോഴും ദേവാലയങ്ങളിൽ പോയാലും ഈ അവഗണന കാണാൻ സാധിക്കും. മനുഷ്യര് പലരും സമ്പൽ സമൃദ്ധിരങ്ങൾ വളർന്നു വരുമ്പോൾ നാം ചെന്ന് ദൈവത്തോട് പറയുന്ന ചില നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഒത്തിരിക്കലും ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ നിരാശരാകും. എത്ര നാള് പ്രാർത്ഥിച്ചിട്ടും, എത്ര നാള് ബലിയർപ്പിച്ചിട്ടും, എത്ര നാൾ നിവേദന നടത്തിയിട്ടും, എത്ര നാൾ ദേവാലയത്തിൽ പോയിട്ടും തിരിച്ചുത്തരം കിട്ടാത്ത ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുകയും ദൈവം എന്താ എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാത്തേ, ദൈവം എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തേ എന്ന് പലപ്പോഴും പലരും ആശങ്കപ്പെടും. ഇന്നത്തെ ഈ സുവിശേഷത്തിൽ നമുക്ക് ഉത്തരമുണ്ട് പ്രിയ സഹോദരങ്ങളെ. കാരണം കർത്താവിന് വലിയൊരു പാഠം തന്റെ ശിഷ്യന്മാരെയും കൂടെയുള്ളവരെയും പഠിപ്പിക്കുവാനുണ്ട്. ഈ സ്ത്രീയെ കർത്താവ് പാടേ അവഗണിച്ചു. പക്ഷേ ഇത് നമുക്കൊരു പാഠമാണ്. ആ സ്ത്രീ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവഗണിച്ചു എന്ന് വിചാരിച്ചിട്ട് അവൾ മാറിപ്പോകാൻ തയ്യാറായില്ല. അവൾ പ്രാർത്ഥന നിർത്താൻ തീരുമാനിച്ചില്ല, കരച്ചിൽ നിർത്താൻ തീരുമാനിച്ചില്ല, കർത്താവിനോടുള്ള തന്റെ ആശ്രയത്വം നിഷേധിക്കാൻ തീരുമാനിച്ചില്ല. അവൾ പുറകെ കൂടി. അവൾ കർത്താവ് ചോദിച്ചതിനൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ പുറകെ അവൾ കൂടി. അവൾ പിടിച്ചു വാങ്ങിക്കും എന്ന മട്ടിൽ കർത്താവിന്റെ കൂടെ കൂടുകയാണ്. അപ്പോഴാണ് രണ്ടാമത്തെ ഭാഗം നടക്കുന്നത്. കർത്താവ് വളരെ ക്രൂരമായി അവളെ അപമാനിക്കുന്നത് കാണാൻ സാധിക്കും. കർത്താവ് അവളോട് പറയും, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല. ഇത്ര മോശമായ ഒന്നാണ്. വേദപുസ്തകത്തിൽ നായ്ക്കൾ എന്ന് വിളിക്കുന്നത് വ്യഭിചാരിണികളെയാണ്. 6-ാം പ്രമാണം തെറ്റിച്ച് ജീവിക്കുന്നവരെയാണ് നായ്ക്കൾ എന്ന് വിളിക്കുന്നത്. അവർക്ക് സ്വർഗരാജ്യത്തിൽ അവകാശമില്ല എന്ന് കർത്താവ് പറയും. അത്രമാത്രം മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ സ്ത്രീയെ കർത്താവ് ചിത്രീകരിക്കുന്നത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. പ്രിയ സഹോദരങ്ങളെ, പല ഭവനങ്ങളിലും അവഗണിക്കപ്പെടുന്ന അമ്മമാരെ, അവഗണിക്കപ്പെടുന്ന അപ്പന്മാരെ അപമാനിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അവരെ ഒത്തുകൂടി നിന്ന് കുറ്റപ്പെടുത്തുന്നതും അവരുടെ ബലഹീനതകളെ എടുത്തു പറയുന്നതും അവരെ ഒറ്റപ്പെടുത്തുന്നതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓർത്തു നോക്കണം, ഈ അവഗണനയുടെ കൂടി അപമാനം കൂടി സഹിക്കേണ്ടി വന്നാൽ മനുഷ്യൻ പിന്നെ പിടിച്ചു നിൽക്കുവാൻ പ്രയാസമാണ്. പക്ഷെ ഇവിടെയാണ് ഈ സ്ത്രീയുടെ മഹത്വം. ഈ സ്ത്രീ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കർത്താവ് അവളെ അപമാനിച്ചപ്പോൾ ആ അപമാനത്തിൽ നിന്നും തന്നെ അവൾ മാനം സ്വീകരിക്കുകയാണ്. അവൾ പറയുകയാണ്, കർത്താവേ, യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം കൊണ്ട് നായ്ക്കൾ ജീവിക്കുന്നുണ്ടല്ലോ. തന്നെ നായ എന്ന് വിളിച്ചപ്പോൾ അതിന് പ്രതികരം പറയുന്നതിന് പകരമായിട്ട് സ്വയം നായായി അംഗീകരിച്ച്, യജമാനായി യേശുവിനെ അംഗീകരിച്ച് അവന്റെ മീശയിൽ നിന്ന് വരുന്ന അപ്പത്തിന്റെ കഷ്ണങ്ങൾ തിന്നുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുകയാണ്. ഇവിടാണ് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ അപമാനം ഉണ്ടായാലും, എത്ര വലിയ അവഗണന ഉണ്ടായാലും അതിനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കുവാൻ സാധിക്കും എന്ന് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുക. വിട്ടുകൊടുക്കരുത്, അപമാനങ്ങളെ കുറിച്ച് വിട്ടുകൊടുക്കരുത്,
അപവാദങ്ങൾ ഉണ്ടായാൽ വിട്ടുകൊടുക്കരുത്, ഭയപ്പെടരുത്, നിരാശപ്പെടരുത്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടി തമ്പുരാനിൽ ആശ്രയിക്കുവാനായിട്ട്, തമ്പുരാനെ മുറുകെ പിടിക്കുവാനായിട്ട്, തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്, തമ്പുരാനെ നമ്മൾ മുഴുവൻ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പഴയ നിയമത്തിൽ ഇയ്യോബിന്റെ അടുക്കലേക്ക് പോയി നോക്കിക്കുകയും, ഇയ്യോബ് എത്ര നീതിമാനായ മനുഷ്യനായിരുന്നിട്ടും തന്റെ ജീവിതത്തിലേക്ക് നിരന്തരമായ പ്രയാസങ്ങൾ ഉണ്ടായി, അപമാനങ്ങൾ ഉണ്ടായി, അപവാദങ്ങൾ ഉണ്ടായി. സുഹൃത്തുക്കൾ വന്നവനെ കുറ്റപ്പെടുത്തി, പരിഹസിച്ചു, ഭാര്യ അവളെ പരിഹസിച്ചു, അവന്റെ വേലക്കാരൻ അവരെ പരിഹസിച്ചു, എല്ലാവരും അവനെ വിട്ടുപോയി, എല്ലാം ഉപേക്ഷിച്ചവർ പോയി. വാഴക്കുഴിയിൽ ഓട്ടുകഷ്ണമായി കിടക്കുന്ന ഇയ്യോബിനെ കാണാൻ സാധിക്കും. പക്ഷെ ഇയ്യോബിന്റെ വിശ്വാസം വിട്ടുകളഞ്ഞില്ല. ഇയ്യോബ് മുറുകെ പിടിച്ച ദൈവത്തെ, താൻ നീതിമാനെന്ന രീതിയിൽ ദൈവത്തോട് ആ അലംഘനീയമായ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ അവൾ തയ്യാറായി. അവൾ പറഞ്ഞു, കർത്താവേ, നായ്ക്കളും ജീവിക്കുന്നില്ലേ? ഇതുപോലെ എന്നോട് കരുണ കാണിക്കുവാനാണ് സ്ത്രീ ആവശ്യപ്പെട്ടത്. കർത്താവ് എല്ലാവരുടെയും മുൻപിൽ, സർവ്വ മനുഷ്യരുടെയും മുമ്പിൽ വിളിച്ചു പറഞ്ഞു, ഇതുപോലൊരു വിശ്വാസം ഞാൻ എങ്ങും കണ്ടിട്ടില്ല, ഇതുപോലൊരു വിശ്വാസം ഞാൻ എങ്ങും കണ്ടിട്ടില്ല. കർത്താവിനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം വളരെ വലുതാണ്, നീ എന്താഗ്രഹിക്കുന്നു നിനക്ക് സാധിക്കട്ടെ. തന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത് അനുഗ്രഹിച്ചവളെ പറഞ്ഞയക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ നൊയിമ്പ് കാലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആഴമുള്ളൊരു വിശ്വാസത്തിന് ഉടമയായി തീരുവാൻ പരിശ്രമിക്കാം. ദുഃഖങ്ങൾ ഉണ്ടാകട്ടെ, ദുരിതങ്ങൾ ഉണ്ടാകട്ടെ, വേദന ഉണ്ടാകട്ടെ, രോഗമുണ്ടാകട്ടെ, പ്രയാസങ്ങൾ ഉണ്ടാകട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, തകർച്ചകൾ ഉണ്ടാകട്ടെ, മനുഷ്യർ നമ്മളെ നിന്ദിക്കട്ടെ, പരിഹസിക്കട്ടെ, അവഹേളിക്കട്ടെ, ജീവിതത്തിന്റെ എല്ലാം തകർന്ന് തരിപ്പണമാകട്ടെ, കടബാധ്യതകൾ ഉണ്ടാകട്ടെ, ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും എനിക്ക് എൻ്റെ ദൈവമുണ്ടെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത എൻ്റെ ദൈവമുണ്ട് എന്ന് പറയുവാൻ സാധിക്കണം. പെറ്റമ്മ കുഞ്ഞിനെ ഉപേക്ഷിക്കുമോ? ഉപേക്ഷിക്കില്ല. ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ലെന്ന് പറയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ ഇറുക്കി പിടിച്ചാൽ ലോകം മുഴുവൻ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ദൈവം നമ്മുടെ കൂടെ നിൽക്കും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും അവൻ സാധിച്ചു തരും. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, ഈ നൊയിമ്പിന്റെ സമയം ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ധാരാളം പ്രാർത്ഥിക്കുവാൻ, തമ്പുരാനോട് ചേർന്ന് നിന്ന് നൊയിമ്പ് നോക്കുവാൻ, തമ്പുരാനോട് ചേർന്ന് ഉപവസിക്കുവാൻ, തമ്പുരാനോട് ചേർന്ന് തമ്പുരാന്റെ പക്ഷത്തായിരിക്കുവാൻ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യർ പരിഹസിക്കട്ടെ, മനുഷ്യർ നിന്ദിക്കട്ടെ, മനുഷ്യർ ഒറ്റപ്പെടുത്തട്ടെ, പക്ഷേ നമുക്ക് കൂട്ടായിട്ട് യേശുവുണ്ട്. പൗലോസ് ചോദിക്കും, ഇഫ് ഗോഡ് ഈസ് വിത്ത് മീ ഹു ക്യാൻ ബി അഗൻസ്റ്റ് മീ? കർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെനിക്ക് എതിരെ നിൽക്കും? ആർക്കും ഈ ലോകത്തിൽ എതിരെ നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, അവൻ നമുക്ക് വേണ്ടി വാദിക്കും, അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കും. നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അവനിൽ ആശ്രയിക്കാം, അവനിൽ വിശ്വസിക്കാം, അവനെ സ്നേഹിക്കാം, അവനെ ആരാധിക്കാം, അവന് വേണ്ടി നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അവൻ്റെതാണെന്നുള്ള കാര്യത്തിൽ അഭിമാനിക്കുകയും ചെയ്യാം. നമ്മളെല്ലാ അനുഗ്രഹവും തന്ന് ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.